ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 18-ാം വാരം വ്യാഴാഴ്ച. സുവിശേഷത്തിലൂടെ നമ്മുടെ ധ്യാനചിന്തയായി മാറുന്ന സുവിശേഷ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം കാണാനിടയായ ഒരു യൂട്യൂബ് ഷോർട്സ് വീഡിയോ ഓർക്കുന്നുണ്ട്. ഒരു അവതാരകൻ, ഒരു ആങ്കർ, ഒരു കുഞ്ഞുകുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ഈ കുഞ്ഞുകുട്ടിയോട് ഈ അവതാരകൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ലവ് എക്സാക്ട്ലി? അവൾ ഉടനെ സൗമ്യമായിട്ട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടുകൂടെയുള്ള ഒരു വർത്താനം എന്ന് പറയില്ലേ, അതുപോലെ അവൾ പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്: ലവ് ഈസ് പുട്ടിങ് സംവൺസ് നീഡ്സ് ബിഫോർ യോഴ്സ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഉത്തരം അല്ലേ? വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരം. ഇന്ന് ഈശോ സുവിശേഷത്തിൽ ശിഷ്യന്മാരോടായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഉടനെ ശിഷ്യന്മാർ ഉത്തരം പറയുന്നുണ്ട്. ഈശോയെ, ചിലർ നീ സ്നാപക യോഹന്നാനെന്ന് പറയുന്നുണ്ട്, ചിലർ നീ ഏലിയാണെന്ന് പറയുന്നുണ്ട്, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നുണ്ട്. ശിഷ്യന്മാർ പെട്ടെന്ന് ഈ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന നേരം ഈശോ അവരോട് ചോദിക്കുകയാണ്: അതെല്ലാം ഓക്കെ, പക്ഷേ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഹൂ ആം ഐ എക്സാക്ട്ലി ഫോർ യു? നിങ്ങൾക്ക് ഞാൻ ആരാണ്? ഉടനെ പത്രോസ് മറുപടി പറയുകയാണ്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ ഉടനെ പത്രോസിനെ അനുബോധിച്ചുകൊണ്ട് പറയുന്നുണ്ട്: ഇതൊരിക്കലും നിൻ്റെ ബുദ്ധിശക്തിയല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, മറിച്ച് നിൻ്റെ ഉള്ളിലുള്ള ദൈവാത്മാവാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. പിന്നീട് ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്: നീ പാറ എന്ന് വിളിക്കപ്പെടും, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുക ഇല്ല. തുടർന്ന് ഈശോ താൻ സഹിക്കേണ്ടി വരുന്ന സഹനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസ് ഈശോയോട് പറയുകയാണ്: ദൈവം കനിയട്ടെ കർത്താവ്, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ ഈശോ അവനോട് റിപ്ലൈ ചെയ്ത് നിർത്തുകയാണ്: സാത്താനെ, എൻ്റെ മുൻപിൽ നിന്നും പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് ആരാണെന്ന് ഈശോ ചോദിച്ചപ്പോഴേക്കും പത്രോസ് വളരെ സ്പിരിച്വലായിട്ട് മറുപടി കൊടുത്തു. റാഷണലായിട്ടല്ല, സ്പിരിച്വലായിട്ട് മറുപടി കൊടുത്തു. അങ്ങനെയുള്ള സ്പിരിച്വലായിട്ടൊരു മറുപടി കൊടുക്കാൻ പത്രോസിനെ സഹായിച്ചത് അവൻ്റെ ഉള്ളിലുള്ള ദൈവ സ്നേഹമാണ്. പക്ഷേ ഈശോ തൻ്റെ സഹനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് ദൈവത്തോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതി, മനുഷ്യരോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച്, രക്ഷാകര പദ്ധതിയെക്കുറിച്ച്, പീഡാസഹന ഉത്ഥാന രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും പത്രോസ് പറഞ്ഞു: ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അവിടെ പത്രോസ് റാഷണലായിട്ട് ചിന്തിക്കുന്നവനായിട്ട് മാറുകയാണ്, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവനായിട്ട് മാറുകയാണ്. അത് ഒരിക്കലും അവൻ്റെ ഉള്ളിലുള്ള ദൈവ സ്നേഹമായിരുന്നില്ല, മറിച്ച് അവൻ്റെ ഉള്ളിലെ പ്രശംസ നേടിപ്പറ്റണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു അങ്ങനെയുള്ളൊരു മറുപടി പറയാൻ അവനെ പ്രേരിപ്പിച്ചത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ തൻ്റെ അടുക്കൽ ഭിക്ഷയാചിക്കുന്ന, സുന്ദര കവാടത്തിനടുക്കലിരുന്ന് ഭിക്ഷയാചിക്കുന്ന ജന്മനാ മുടന്തനായ ഒരുവനോട് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്: വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ പിന്നെ കാണുന്നത് വളരെയധികം സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന, വളരെ സ്പിരിച്വലായിട്ട് ജീവിക്കുന്ന, താൻ മനസ്സിലാക്കിയ തൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ പകർന്നു നൽകി ജീവിക്കുന്ന പത്രോസിനെയാണ്. പ്രിയമുള്ളവരെ, ഇന്നീ സുവിശേഷ ആത്മീയതയിലായിരിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം: ഞാനൊരു റാഷണൽ ബീയിങ് ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോണേ, മാനുഷികതയിൽ ഇങ്ങനെ ആയിരുന്നു പോണേണ്, അതോ ഞാൻ എൻ്റെ സ്പിരിച്വൽ ലൈഫ് ജീവിക്കുന്നുണ്ടോ? ദൈവികമായിട്ടുള്ള ചിന്തകളാണോ പ്രവൃത്തികളാണോ എന്നിൽ നിറയുന്നത്? പ്രിയമുള്ളവരെ, ഈശോ എനിക്ക് ആരാണെന്ന് എക്സാക്ട്ലി ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷ നമുക്ക് ആവശ്യമാണ്. ഈശോയുടെ അതേ സ്നേഹത്തിൻ്റെ ഭാഷ. ഈശോ എന്താ ചെയ്തേ? തൻ്റെ എല്ലാ ഇഷ്ടങ്ങളെയും പിന്നിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനുഷ്യരുടെ
ജീവിതത്തെ പ്രാധാന്യമുള്ളതായിട്ട് കണ്ടു. നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന്, നമ്മളുടെ കൂടെയുള്ളവരുടെ സന്തോഷങ്ങൾക്കൊക്കെ വില നൽകി സ്നേഹത്തിൻ്റെ ഭാഷയിലായിരുന്നുകൊണ്ട് കൂടുതൽ ദൈവികമായിട്ട് ചിന്തിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.